നമസ്കാരം മേയർ സാറേ. സാർ അല്പം ലേറ്റ് ആയി പോയി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഗാനഗന്ധർവന്റെ പാട്ട് നേരിട്ട് കേൾക്കായിരുന്നു. അത് ഇനിയും കേൾക്കാമല്ലോ. ഇത് ഭയങ്കര പന്തലും സെറ്റപ്പ് ഒക്കെ ആണല്ലോ. അതെ, പാർട്ടി ഫണ്ടിലേക്ക് കാശ് വെച്ചാൽ ഇയാൾക്ക് ദാരിദ്ര്യ. ഇപ്പൊ പൂത്ത കാശ് ഇറക്കിട്ടുണ്ടല്ലോ. പടച്ചോനാണ് നമ്മള് കോളേജിലെ കുട്ടികളെ സെറ്റപ്പാ. നിങ്ങൾ അകത്തേക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം. എന്തായാലും സംഗതി കൊള്ളാം. നമ്മുടെ നടേശൻ മന്ത്രിക്കെതിരെ കേസ് കൊടുത്തോളല്ലേ അത്? അതെ, അവള് തന്നെ. അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കും. കല്യാണ വീട്ടിൽ വന്നിരുന്ന് ബലസ് ആണല്ലോ. ഹലോ, എന്താ എത്ര വലിയ ചിരി? വേറെ ആരുടെയെങ്കിലും പേരിൽ പീഡന കേസ് കൊടുക്കാനുള്ള ഗൂഢാലോചനയാണോ? ഞങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എവിടെ കയറിയാ പിടിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത പഠിപ്പിക്കാൻ നീ ആരടി? വേണ്ട. എന്താ എന്താ പ്രശ്നം? ഇവളെ ഒന്നും അന്തസ്സുള്ള തറവാട്ടി കയറ്റാൻ കൊള്ളത്തില്ല. വിജയൻ സാർ കച്ചറുണ്ടാക്കരുത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു മനുഷ്യൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്ന മംഗലപ്പുറയാണിത്. എന്താ കാതറേ പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ, ഇത് നമ്മുടെ കോർപ്പറേഷൻ മേയർ വിജയൻ സാർ. നമസ്കാരം. സാറേ, ഉള്ള കാര്യം കണ്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊലിവെളുപ്പും വെച്ചുകൊണ്ട് നാട്ടിലുള്ള മാന്യന്മാരെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുക ഇവള്. പിന്നെ എനിക്കിച്ചിരി വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് വായി വരുന്നത് പച്ച തെറിയായിരിക്കും. ദാസാറിനറിയോ, ഞങ്ങളുടെ മന്ത്രിക്കെതിരെ കള്ളക്കേസ് കൊടുത്തോളോ ഇവള്? എന്തുമായിക്കോട്ടെ, അതിനിങ്ങനെ പരസ്യമായിട്ടൊരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കുന്നത് ശരിയാണോ? രാഷ്ട്രീയ നേതാക്കൾ ആദ്യം പഠിക്കേണ്ടതും പാലിക്കേണ്ടതും സംസ്കാരത്തോട് പെരുമാറാനാണ്. ഈ മന്ത്രിസ്ഥാനവും ചെയർമാൻ സ്ഥാനവും ഒക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനുള്ളതല്ല, അവരെ സേവിക്കാനുള്ളതാണ്. അത് നിങ്ങൾ മറക്കരുത്. അതെങ്ങനെയാ ദാസേട്ടാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വിവരം വേണ്ടേ? ഈ നാട്ടിലൊരു പ്യൂണാകാൻ പോലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയും ട്രെയിനിങ്ങും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന ചെയർമാൻമാർക്കോ മന്ത്രിമാർക്കോ ഇതൊന്നും വേണ്ട. വേണ്ട, ഫാദർ പറഞ്ഞത് ശരിയാ. പക്ഷെ സർവകലാശാല ബിരുദമില്ലെങ്കിലും നാട് ഭരിക്കുന്നവർക്ക് ജീവിതാനുഭവം വേണം. പട്ടിണിക്കാരന്റെ വിശപ്പും വേദനയും മനസ്സിലാക്കാനുള്ള ഹൃദയം വേണം, മനുഷ്യത്വം വേണം. പലർക്കും അതില്ലാതെ പോയതാണ് നമ്മുടെ നാടിന്റെ ശാപം. എന്തായാലും സംഗതി അസലായി. നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളിസംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും. അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കളി. അന്ന് അവക്കട വീട്ടിൽ പോയി കാല് പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ചെന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരും ഒരു മൈ തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ചനാണെന്ന് കരുതിക്കാണെന്ന് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മട്ടും പാവം കാണണമായിരുന്നു. പത്രകാളിയല്ലേ, പത്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാരെന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവർ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ PA പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു? ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്താ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി. സാർ, എടോ, ഞാൻ കേട്ടത് നേരാണോ? സാറെന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡലം സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്ക്നെസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല. തങ്കപ്പ, എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MPL? ഞാൻ പുതുതായിട്ട് കേൾക്കാണല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേ. പണം, പദവി, പെണ്ണ്. മുഴുവൻ വീക്ക്നെസ്സുകളുള്ള മന്ത്രിമാരുടെ ഇടയിൽ വെറും 3 വീക്ക്നെസ് ഉള്ള ഞാൻ ആദർശിതിരുന്നല്ലോടോ. അല്ലേലും ഇച്ചിരി വീക്ക്നെസ് ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളേ? അതുള്ളതാ.
ദേവലോകം ഭരിച്ചിരുന്ന ഹൈക്കമാൻഡ് ദേവേന്ദ്രൻ വരെ എത്ര പെണ്ണുങ്ങളാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, ദേവേന്ദ്രൻ ആയതുകൊണ്ട് അത് എഴുതി തള്ളി. ഈ പെണ്ണുങ്ങളൊക്കെ കേസ് കൊടുക്കാൻ പോയ ദേവേന്ദ്രന്റെ സ്ഥിതി എന്താകും? ഇത് ചുമ്മാ മോഹം കൊണ്ടൊന്ന് കൈമാറി കയറി പിടിച്ചു വെച്ച് അല്ല എനിക്ക് അറിയാൻ മേലാഞ്ഞോട്ട് ചോദിക്കുക. IAS-കാരും IPS-കാരും പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ് മന്ത്രി പറയും ക്യൂ നിൽക്കുക. അപ്പൊ പിന്നെ ബഹളം വെക്ക ഇവിടെ മോണിക്ക വിസ്കിയ തെറ്റിയല്ലേ? തെറ്റി മോണിക്ക 11. അത് പറ. നടേശൻ സാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലയോ? ഇല്ലേൽ അവളുടെ പില്ലറടിച്ചതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ഇളക്കത്തില്ലായിരുന്നോ? അതൊന്നും വേണ്ട പാപ്പച്ച. അല്ലാതെ തന്നെ ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി. മിനിസ്റ്റർ നടേശൻ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങും. കേസിന്റെ വിധിയൊന്ന് വന്നോട്ടെ. വിധി എന്തോ ആയിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഞാനതിന് കാര്യമാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് തുല്യായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് വധശിക്ഷ കൂടി കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. വിധി ന്യായം കേൾക്കാൻ അമ്മ ഇനി കോടതി വരാതെ പോയി കാത്തിട്ട് നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് നാളെ കോളേജിലേക്ക് പോകുന്നു. വേണ്ട മോനെ, ആളുകൾ കൂടിനടുത്ത് പോകാൻ എനിക്കിപ്പൊ പേടിയാ. ഇനി കുത്തുവാക്ക് കേൾക്കാൻ വയ്യ. അമ്മ ആരൊന്നും പറയില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൈസ് വാങ്ങുന്ന കാണാൻ എന്റെ അമ്മ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. എന്നാലും ഒരെന്നാലും ഇല്ല. പിന്നെ എന്റെ പൊട്ട സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മ ഇരുത്തിക്കൊണ്ടുവന്ന കാര്യം ഓർക്കുമ്പോഴാ ആ ലേഖയും ജൂലി എന്നെ കണ്ടപ്പം തുടങ്ങും. എന്റെ പൊന്ന് രമേശ, ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടെന്ന്. 999 രൂപ ഡൗൺ പേയ്മെന്റ് ബൈക്ക് കൊടുക്കണ എന്റെ പരസ്യമുള്ള ഒരു പേപ്പറും കൊണ്ടുവന്നു. ഇവിടെ എവിടെയോ കാണണോ അത്? ഈശ്വരാ, അമ്മയൊന്ന് സമ്മതിച്ചെന്നാ മതിയാ. ആ കിട്ടി. അമ്മയ്ക്ക് മോഹമില്ലാഞ്ഞിട്ടാ. നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്ന അമ്മയ്ക്ക്. പക്ഷേ മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ. അയ്യേ കരയ്യ. എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കടങ്ങൾ വിട്ടാൻ അമ്മ പെടുന്ന പാട്. പിന്നെ എന്നോട് കേസ്, വക്കീൽ ഫീസ് ഒക്കെ എനിക്കറിയാം. ബൈക്ക് ഉടനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട്. അല്ല, അപ്പോഴേക്കും ഞാൻ സമ്പാദിച്ചു തുടങ്ങില്ലേ? അപ്പൊ പിന്നെ അമ്മ നോക്കിയോ, ഈ വാടക വീട് മാറി പണ്ട് നമുക്കുണ്ടായിരുന്ന കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ് പണിത് എന്റെ അമ്മയെ ഞാൻ അതിലെ മഹാറാണിയാക്കും. അമ്മ മഹാറാണി. എന്നിട്ട് ബെൻസ് കാറി കയറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംലയിലേക്ക് ഒരു ടൂർ. എന്താ? പക്ഷെ നാളെ അമ്മ മഹാറാണി എന്റെ പൊട്ട സ്കൂട്ടറിൽ തന്നെ വരേണ്ടി വരും. വരില്ലേ? വേണോ? വേണം. നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോകുന്നു. യോയോ എന്റെ അമ്മ ഇത് എന്തു പറ്റി? ഭരണകക്ഷികൾ കൂട്ടത്തോടെ വല്ല ജനസമ്പർക്ക പരിപാടിയാണോ? പിന്നെ അല്ലാതെ തന്നെ കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. അത് കട്ടായിട്ട് കുറച്ചു നാളായി. എങ്കിൽ പിന്നെ ഈ രമേശിന് ഒരു സെൽഫോൺ വാങ്ങിക്കൊടുത്തൂടെ? അല്ല, അതിനു വേണ്ട ഭൂകമ്പം ഇപ്പൊ എന്താ ഉണ്ടായേ? രമേശ, ജൂബിലി സെലിബ്രേഷന് സിനിമാ നടൻ മമ്മൂട്ടിയെ കൊണ്ടുവരാൻ നേറ്റത് ലേഖയല്ലേ? ആ, അത് പൊളിഞ്ഞ്. മൈ ഡിയർ സ്റ്റുഡന്റ്സ്, എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണെന്ന് ദേവിയിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓ, ഈ കഴിവേറി മക്കള്! നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളെന്നാ വചനം. അതൊരു പഴഞ്ചൊല്ലല്ലേ? ഞാൻ ഉണ്ടാക്കിയ ഒരു വചനം അന്നങ്ങ് വെച്ചു. ആ ലേഖയുടെ വാക്ക് കേട്ട് അച്ഛൻ തുള്ളുമ്പോഴേ ഞാൻ പറഞ്ഞാണ് സൂക്ഷിക്കണം. എവിടെയാ അവള്? മമ്മൂട്ടിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ കിട്ടിയ അവസരം ഞാനിന്ന് കലക്കും. മൊത്തം കലങ്ങാതിരുന്നാ മതി. അതൊക്കെ രമേശ് നോക്കിക്കോളൂ. അവിടെ ഇരിടി. മുഖ്യമന്ത്രി എത്താൻ വൈകും. മമ്മൂട്ടി എത്തിയിരുന്ന ഉദ്ഘാടനമെങ്കിലും നടത്താമായിരുന്നു. ലേഖ എവിടെ? എവിടെയാ അവള്? അവളിപ്പോ വരും. അതോ മുങ്ങി സത്യം പറഞ്ഞോളെ. നിന്റെ ഒരു ഒറ്റ ആളുടെ ബലത്തിലാ ഈ കുരിശെടുത്ത് ഞാൻ തോളെ വെച്ചത്. വല്ലതും നടക്കുവോ? ധൈര്യമായിട്ടിരിക്കച്ചോ. മമ്മൂട്ടി മാത്രല്ല, മോഹൻലാലും എത്തും. സത്യമാണോ? അവസാനം ഞാൻ ഈ കോളേജിൽ നിന്ന് ഓടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്.
ഓടിയാൽ ഒളിക്കാൻ ഒരൊറ്റ പള്ളി പോലും ഇല്ല, എല്ലാം പൂട്ടിയിട്ടിരിക്കുക. കർത്താവാണ് അതിന്റെ അകത്ത് പെട്ടും പോയി. അച്ഛൻ എന്തായാലും അതുപോലെ വിടില്ല, ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തോ. സൂപ്പർ സ്റ്റാറുകൾ പുറപ്പെട്ടു കഴിഞ്ഞാച്ചോ? സത്യമാണോ? തനിക്ക് മനസ്സിലായോ ഇപ്പൊ എന്റെ പിള്ളേരുടെ ചോണ? എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ വന്ന ഒരു ഫോട്ടോ എടുക്കണം. ഞാനും കുറെ നാൾ നടന്നതാണ് അഭിനയിക്കാൻ. പാടോ ഒന്ന് അനൗൺസ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഹലോ നന്ദിനി. ഇന്ന് കേസിന്റെ വിധി കേൾക്കാൻ പോയില്ലേ? ഇല്ല, ഭയങ്കര തന്റെയിടം തന്നെ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മക്കളെ, മൈ ഡിയർ സ്റ്റുഡന്റ്സ്, സുവിശേഷം അതിനും പോലെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തിരികൊടുത്തി ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും വരുന്നുണ്ട്. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നേ? പ്രിയമുള്ളവരെ, ഊഷ്മളമായ നിങ്ങളുടെ വരവേൽപ്പിന് നന്ദി. സോറി, ഞാൻ പാടാനൊരുങ്ങിയല്ല വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നേ.